ഏതല്ലേലും പോവും. Hey guys, today we are going to discuss on the topic. ഞാനല്ലേ മെയിൻ. കളിയനിലൊരു ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട് കേട്ടോ. എന്നില് പണ്ടുതൊട്ടുള്ള ശബ്ദം കൊണ്ടാണോ ലുക്ക് കൊണ്ടാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എനിക്ക് മറ്റേ അമ്മായപ്പനെയും എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം പോഡ്കാസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഞാൻ ഇപ്പോഴാണ് അരമണിക്കൂർ മുന്നെയാണ് ഈ കാര്യം അറിഞ്ഞിരിക്കുന്നത്. ഈ പോഡ്കാസ്റ്റിൽ ഞാനുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനാണ് ഇതിന്റെ മെയിൻ. പക്ഷെ ഈ കണ്ടന്റ് സംസാരിക്കുന്നതിന്റെ അറിയത്തുമില്ല, പരിപാടി കണ്ടിട്ടുമില്ല. ഇത് ബിഗ് ബോസ് യൂണിവേഴ്സിലേക്കാണ്. ഞാനല്ലാതെ ഈ തൊപ്പി യൂണിവേഴ്സ്, പിന്നെ ഈഗിൾ, മണവാളൻ, ഈഗിൾ യൂണിവേഴ്സ്, അങ്ങനെയുള്ള യൂണിവേഴ്സുകളിൽ അപ്പ പോയി എത്തി നോക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് യൂണിവേഴ്സ്, ആ യൂണിവേഴ്സിലേക്ക് ഞാൻ തലയിടുകയാണ്. ഇതെങ്ങനെ തീരുമെന്ന് അറിയത്തില്ല. ഞാൻ ബിഗ് ബോസിലെ നെവിൻ ഫാനാണ്. അപ്പൊ നമ്മൾ ബിഗ് ബോസ് ടോപ്പിക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ആദില നൂറ ഫാനാണ്. ഞാന് ബിഗ് ബോസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ സീസൺ അല്ല, ഞാൻ 1ാമത്തെ സീസൺ തുടങ്ങി 5ാമത്തെ സീസൺ ഒഴിച്ച് ബാക്കി എല്ലാ സീസണും കണ്ടിട്ടുള്ള. മാരാർജിയുടെ സീസൺ ഞാൻ നാട്ടിലില്ലായിരുന്നു, ഇച്ചിരി ജോലി തിരക്കുണ്ടായിരുന്നു. മാരാർജി പറയുന്നത് പോലെ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു, ടൈമില്ലായിരുന്നു. ആകെ നൂറെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നൂറ ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ ടു ദ എൻഡ് എനിക്കിപ്പം അനുമോളുടെ ക്യാരക്ടർ കാരണമല്ല, പക്ഷെ പല കാരണങ്ങളും കൊണ്ട് എനിക്കിപ്പോ അനുമോളെയാണ് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്. അനുമോളുടെ PR അല്ലെങ്കിൽ പെരിയാർ ഈ സീസണിൽ അതിനെ എങ്ങനെയാ പറയുന്നത്? പെരിയാർ മറ്റേ ഒരു PR കാരണം ഒരാൾ ജയിക്കുന്നെന്ന് പറയുന്നത് അത് ബേസിക്കലി എന്നെ സംബന്ധിച്ച് ഒരു അറിവില്ലായ്മയാണ്. അപ്പൊ 16 ലക്ഷമാണെന്ന് വെക്കുക. ഇപ്പൊ അനു കൊടുത്തിരിക്കുന്നത് അത് എവിഡന്റ് ആയിട്ട് എവിടെയും വന്നിട്ടില്ല. വാങ്ങിച്ചയാളും കൊടുത്തയാളും എവിടെയും പറഞ്ഞിട്ടില്ല. ബിന്നി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. ഇപ്പൊ 16 ലക്ഷമാണെന്ന് തന്നെ വെക്കുക. അപ്പൊ ഈ ഇവിടെ ഇറങ്ങി കോടികൾ മുടക്കി ഇറങ്ങുന്ന പല സിനിമ ഇവിടെ പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പൊ ഈ 16 ലക്ഷം മുടക്കി ഒരു PR ടീമിന് കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ സിനിമകളും ഇല്ലെങ്കിൽ വിജയിക്കണമെന്ന് തീരുമാനിക്കുന്ന സിനിമകളെയൊക്കെ വിജയിപ്പിക്കാൻ ഈ PR ടീമിന് പറ്റൂല്ലോ. ഇതിനകത്ത് ബിന്നി അക്ബർ ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, അക്ബറിനെ വിട, അക്ബർ പ്യുവർ ഗെയിമായി ഇപ്പം കളിക്കുന്നത്. അങ്ങനെയല്ല, ഇവരുടെ PR ഇട്ട് കൊടുക്കുക. PR കാരണോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ജിസയില് പറഞ്ഞു ജയിക്കുന്നവർ PR-ന് താങ്ക് യു പറയും. ഇപ്പൊ ഇവരാരും PR കൊടുത്തിട്ടില്ലേ? എനിക്കത് അക്ബറും ബിന്നിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ മോഹൻലാൽ വന്ന എപ്പിസോഡിൽ പറയുന്നുണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ഇവര് കൊടുത്തത് PR അല്ലേ? ഇനി അനുവിന്റെ PR ആണ് ഇവർക്കെതിരെ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറങ്ങുവാണോ? അനുവിന്റെ PR ഇവർക്കെതിരെ കളിക്കുകയാണെങ്കിൽ ഇവരെങ്ങനെ ഈ 90-ിലധികം ദിവസങ്ങൾ എവിക്റ്റ് ആവണം? അന്ന് വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ അതുപോലെ ഇവര് പറയുന്നുണ്ട് ഇതിനകത്ത് ബാക്കിയുള്ളവര് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും അനുവിന്റെ PR ഭയങ്കരമായിട്ടും അറ്റാക്ക് ചെയ്തെന്ന്. അങ്ങനെ പറയുമ്പോഴത്തേനും ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇറങ്ങിയവരില് അറ്റാക്ക് കുറവ് കിട്ടിയത് ജിസയിലിനും ഏറ്റവും അധികം കിട്ടിയത് മസ്താനിക്കുവാ. ജിസയിലുമായിട്ടായിരുന്നു അനുവിന് ഏറ്റവും അധികം അതിനകത്ത് പ്രശ്നം ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിടേണ്ട വ്യക്തിയും ജിസയില. ഇന്നലെ ഇത് ഞാൻ പറയുന്നതല്ല, ഇന്നലത്തെ ഇവരുടെ ഒരു റൗണ്ട് ടേബിൾ ഉണ്ടായിരുന്നു. ആ റൗണ്ട് ടേബിളില് മറ്റേ അഞ്ജന ചെയ്യുന്ന റൗണ്ട് ടേബിളിനകത്ത് പറയുന്നുണ്ട് അവർക്കാണ് ജിസയിലിനാണ് ഏറ്റവും കുറവ് സൈബർ ബുള്ളിങ് കിട്ടിയതെന്ന്. ഏറ്റവും അധികം കിട്ടിയത് മസ്താനിക്കുവാ. ഈ മസ്താനിയും അനുമോളും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, എന്നാൽ ജിസയിലും അനുമോളും തമ്മിൽ പ്രശ്നമുണ്ട്. അപ്പൊ ഇവര് പറയുന്ന ഇവരുടെ PR അറ്റാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം അറ്റാക്ക് ചെയ്യപ്പെടേണ്ടത് ജിസയിലിനെയും ഏറ്റവും കുറവ് അറ്റാക്ക് ചെയ്യപ്പെടേണ്ടത് മസ്താനിയല്ലേ. ഇവിടെ മസ്താനി അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ട് അപ്പാനിയുടെ ഫാൻസ് ആണ്. പക്ഷെ അപ്പാനിക്ക് PR ഇല്ലെന്നാ പറയുന്നത്. അപ്പം മസ്താനി അറ്റാക്ക് ചെയ്തതാരാ? ഇതിനകത്ത് ശൈത്യ വന്നിട്ട് എനിക്ക് ഒരു രീതിയിലും എന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സമ്മർ മീഡിയ പറയുന്ന പോലെ കട്ടപ്പയ്ക്ക് ഇനി ശൈത്യപ്പാന്ന് പേരുണ്ട്. ആ ഒരു ഇതാ. കാരണം ശൈത്യ പറയുന്നത് പുറത്ത് ജീവിക്കാൻ പറ്റുന്നില്ലെന്നാ. അങ്ങനെ ഒരു ശൈത്യെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ കണ്ടില്ല. മേ ബി ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒളിച്ചോട്ടിയതായിരിക്കും, ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നടന്നത്. പക്ഷെ അകത്ത് കയറി വന്നിട്ട് എന്തൊക്കെയാ പറയുന്ന? പുള്ളിക്കാരി ഒന്നും ചെയ്തിട്ടില്ല.
എല്ലാം അനു ആണ് ചെയ്തത് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത് അത് ആദിലെ നൂറയാക്കി. ആദിലയോടും നൂറയോടും പറഞ്ഞു. ഉടനെ ആദില വന്ന് പറയുന്നു, ആദില ഇന്നലെ ഇതിന് എക്സ്പ്ലനേഷൻ ഒക്കെ കിട്ടും. നമ്മൾ ആ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് കാണും, അത് കാരണം നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് നമുക്കൊരു ദേഷ്യം തോന്നാം. ഓൾറെഡി അനു ആ പറഞ്ഞത് ആദിലയുടെ നൂറയുടെ മനസ്സിൽ ഭയങ്കര ഒരു കരടായിട്ട് കിടപ്പുണ്ട്, ആ ഒരു ഫെയിമിന്റെ കാര്യം പറഞ്ഞത്. പക്ഷെ അനു ഫെയിം എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞത് ഷാനവാസും അക്ബറും ആണ് അവരുടെ മനസ്സിൽ ഇൻജെക്ട് ചെയ്തത്. അപ്പോ അതിങ്ങനെ കിടക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വീണ്ടും ട്രിഗേർഡ് ആയത്. പക്ഷെ എന്താ പറയുന്ന, ശൈത്യ വന്നിട്ട് കലാഭവൻ സരികയ്ക്ക് എന്താ കലാഭവൻ സരിക സത്യം പറഞ്ഞ ഈ സീസണിൽ ഉണ്ടായിരുന്ന ഈ അവസാനത്തെ റീ എൻട്രിയിലാണ് ഞാൻ അതായത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിന്റെ വീഡിയോസ് കാണിക്കുന്ന, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സീക്വൻസ് ഒക്കെ കാണിക്കുന്ന വീഡിയോയിൽ കലാഭവൻ സരികയൊന്നും അങ്ങനെ രണ്ടുപേരെ ഇല്ലായിരുന്നുള്ളൂ. കലാഭവൻ സരിക ഇല്ലായിരുന്നു, ശാരിക കെ ബി ഇല്ലായിരുന്നു. ശാരിക കെ ബി അല്ല, സാബുമാൻ. ശരി, സാബുമാൻ എങ്ങനെ ഇത്ര പി ആർ ഉണ്ടേ? സാബുമാനോട് അക്ബറൊക്കെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, എന്ത് പി ആർ ആടാ നീ കൊടുത്ത, നീ എങ്ങനെയാടാ ഇവിടെ നിൽക്കുന്നതെന്ന്. സാബുമാൻ എങ്ങനെയാ അതിനകത്ത് നിന്നത്? അല്ല, അക്ബർ ഇതിനകത്ത് ഭയങ്കരമായിട്ടും വെള്ള പൂശുന്നുണ്ട്, പുള്ളി പി ആർ കൊടുത്തിട്ടില്ല എന്നതെങ്ങനെ. ലൈക് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പി ആർ കൊടുത്തു. പുറത്ത് എവിഡൻസ് അവിടെ നിൽക്കട്ടെ, പുറത്ത് എവിഡൻസ് ഒരുപാട് ഓടുന്നുണ്ട്, പക്ഷെ പുള്ളി തന്നെ അതിനകത്ത് പറഞ്ഞിട്ടില്ല പുള്ളി പി ആർ കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ പുള്ളി അതായത് പുള്ളിയും ബാക്കി എല്ലാവരും അനുവിന്റെ പി ആർ എന്ന് ഒരു വിരലും കൊണ്ട് ചൂണ്ടുമ്പോൾ മിച്ചം 3 വിരലും അവരുടെ നേരെ ചൂണ്ടിക്കൊണ്ടായിരിക്കുന്നത്. പിന്നെ ഈ സീസണിൽ പേഴ്സണലി എനിക്ക് ഫീൽ ആയിട്ടുണ്ട് അക്ബറിനോടും ആര്യനോടും ബിഗ് ബോസിനൊരു ഫേവറേറ്റിസം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം എന്താ പറയുന്നേ, അക്ബറിനെ അങ്ങോട്ട് വഴക്ക് പറയാനായിട്ട് പേര് പോലും വിളിക്കാറില്ല മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ. അക്ബർ താങ്കൾ എന്താ എങ്ങനെ ചെയ്തേ എന്നൊരു കാര്യമേ ഈ സീസണിൽ നടന്നിട്ടില്ല. പിന്നെ അക്ബറൊക്കെ എന്താ ഭയങ്കരമായിട്ടും ഇതില് ഗെയിം കളിച്ചു എന്നൊക്കെ പറയാനായിട്ട് സത്യം പറഞ്ഞ ആ ബീൻ ബാഗിൽ നിന്ന് അനങ്ങി ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. അക്ബറിനെക്കാട്ടിലും ഒക്കെ എനിക്ക് ഫൈനൽ 5 ഇപ്പൊ ഫൈനൽ 7 ആക്കി അക്ബറിന് വേണ്ടിയിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഫൈനൽ 7 ആണെങ്കിൽ അതിൽ വരാനായിട്ട് അക്ബറിനെക്കാട്ടിലും ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഷാനവാസിനെക്കാട്ടിലും ഒക്കെ യോഗ്യതയുണ്ട്. ശരത്തപ്പ എനിക്ക് ആര്യന് നല്ല ഇതുണ്ട്. ആര്യനെ ബേസിക്കലി എനിക്ക് അവന്റെ ക്യാരക്ടർ വൈസ് എനിക്ക് ഒരു തരത്തിലും എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല. പുള്ളി സ്വയമേ അതിനകത്ത് വിമൽ കുമാർ ആണ് എന്റർടൈനർ ഓഫ് ദ ഷോ. എന്റർടൈനർ പുള്ളി, ആ ടാസ്ക് പുള്ളി മാത്രം, ടാസ്ക് ജയിക്കുന്ന ആൾക്ക് കപ്പ് കൊടുക്കണം, ഏതോ ഒളിമ്പിക്സിൽ പോയതുപോലെയൊക്കെ പുള്ളി സംസാരിക്കുന്നത്. മറ്റേ ഡെയർ ദ ഫിയർ കോമ്പറ്റീഷൻ പോലെ എല്ലാം ടാസ്ക് ജയിച്ചു. ശരിയാണ്, ആര്യൻ നന്നായിട്ട് ടാസ്ക് ജയിച്ചു. ഇപ്പൊ ആര്യനെ ഔട്ടാക്കിയത് അനുവിന്റെ പി ആർ ആന്ന് പറയുന്നത്. അങ്ങനെ ആര്യൻ ടാസ്ക് ജയിച്ചെന്ന് പറയുമ്പോഴത്തേനും ആര്യനെ വരെ ബ്രേക്ക് ചെയ്ത ആളാ നൂറ. ആര്യനെ വരെ, അതായത് ബിഗ് ബോസിന്റെ ഫേവറിസം, അത് എവിഡന്റ് ആയിട്ടുള്ള ഫേവറിസം ഉണ്ടായിരുന്നു. മറ്റേ തുടക്കത്തിലെ എൻഡുറൻസ് ടാസ്കില് അവൻ കൈ എടുത്തിട്ടും ബിഗ് ബോസ് അത് പറഞ്ഞില്ല. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോഴാണെങ്കിൽ പോലും ലാലേട്ടൻ പറഞ്ഞത് ഇപ്പൊ എന്താണെങ്കിലും ടിക്കറ്റ് ടു ഫിനാലെ നൂറയ്ക്ക് കിട്ടിയില്ലെന്ന് ചോദിച്ചാൽ അത് അവസാനിപ്പിക്കുമായിരുന്നു. അത്രയും ഫേവറിസം ആര്യനുണ്ടായിട്ട് പോലും അതൊന്നും ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, മീൻസ് ആ സമയത്ത് കാലിന്റെ മുട്ടിനും വയറുവേദന അങ്ങനെയൊക്കെ ആയിട്ട് നിന്ന് നൂറ അവനെ ബ്രേക്ക് ചെയ്താണ് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയത്. ഫേവറിസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോ എന്റെ ടേക്ക് ഇതിൻ്റെ അകത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 19 കോടി രൂപയുടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇന്നയാള് ജയിക്കണം എന്നത് ആയിരിക്കത്തില്ല അവരുടെ ടേക്ക്. അവരുടെ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് സാധനം പ്രേക്ഷകർക്ക് കൊടുത്താൽ അത് ചർച്ചയാകും, അതിൻ്റെ പേരിൽ ഒരു ഡിസ്കഷൻ നടത്തും, അതിൻ്റെ പേരിൽ ഇതെങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് ഇതെത്തും, അതിൻ്റെ പേരിൽ എങ്ങനെ ഇത് കൂടുതൽ ആൾക്കാർ കാണും, അങ്ങനെ അവർക്ക് കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റും എന്നതായിരിക്കും അവരുടെ ടേക്ക്. ഇപ്പം അതിന് സാധ്യത എവിടെ ഉണ്ട്? ബേസിക്കലി ഇതിൻ്റെ അകത്ത് ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊരു പ്ലാൻ കാണും. പ്ലാൻ ഇൻ ദ സെൻസ്, ഇപ്പൊ നമുക്ക് കണ്ടസ്റ്റൻസുമായിട്ടല്ല, ക്രൂവിന് ഒരു പ്ലാൻ ഉണ്ട്. അത് കണ്ടസ്റ്റൻസിലേക്ക് എത്തത്തില്ല, അത് ക്രൂവിന്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ സ്ക്രിപ്റ്റ് കാണും. പക്ഷെ ആ ഒരു സ്ക്രിപ്റ്റ് ചിലപ്പം നെക്സ്റ്റ് ഡേ ചേഞ്ച് ആവും. എഡിറ്റിംഗിന് ഇതിനകത്തൊരു ഭയങ്കര ഫാക്ടർ ഉണ്ട്. സ്റ്റിൽ അക്ബറിനോടൊരു ഫേവറിസം അവർ കാണിക്കുന്നില്ലേ? അക്ബറിനോടൊരു ഫേവറിസം ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് കാണുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്ബറിനോട് ഫേവറിസം കാണിക്കുന്നുണ്ട്. അവർക്ക് ഈ ലൈവായിട്ടുള്ള സംഗതി കാണണം, പിന്നെ അതിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലാതെ അവർക്ക് ഇന്ന ആളോട് ഒരു ഫേവറിസം കാണിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ അവർക്കൊരു ഫേവറിസം കാണിക്കുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ അകത്തുനിന്ന്
പോസിറ്റീവ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് കാണിക്കും. അതിനകത്ത് ഫേവറിസം കാണിക്കുന്നുള്ള ഒരു പോസിറ്റീവ് ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ പറഞ്ഞത്. ഇപ്പൊ മേശപ്പുറത്ത് കാശിന്റെ മാത്രമല്ല, ഇപ്പൊ ഈ പ്രോഗ്രാമിന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. അപ്പൊ അത് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഇപ്പൊ ഇവര് നോക്കുമ്പോഴത്തേനും അനുവിന് മേ ബി PR കാണാം, അതിനകത്ത് PR ഇല്ലാത്തതായിട്ട് ആരും ഇല്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അനു ഒരു വേഴ്സ് കണ്ടസ്റ്റന്റ് ആണ്, ഇവള് കപ്പടിക്കരുത്. ഇല്ലെങ്കിൽ ഞാൻ കുറെ മാരാറുടെ വീഡിയോ കാണുന്ന കാരണം പുള്ളി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഫേവറിസം ഉണ്ട്. ലൈക്ക് അതൊരിക്കലും വോട്ടിനെ സ്വാധീനിക്കാൻ പറ്റൂന്നല്ല. എന്താ പറയുന്നത്, ഇപ്പൊ വോട്ട് ഒരാൾക്ക് കൂടുതലായിട്ട് അയാളെ എവിക്ട് ചെയ്ത് വോട്ട് കുറവുള്ള ഒരാളിനെ നിലനിർത്താനായിട്ട് അവർക്ക് പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ ഒരാഴ്ച 2 പേര് എവിക്ട് ആകേണ്ടതിന് പകരം ഒരാളിനെ എവിക്ട് ആക്കാം. അതിപ്പോ എനിക്ക് ഈ ഫൈനൽ 7 ഇട്ടതിൽ എനിക്ക് പേഴ്സണലി ഞാൻ തോന്നുന്നു ചോദിക്കുന്നത് 2 പേര് അക്ബർ എവിക്ട് ആയി പോവേണ്ടതായിരുന്നു. അങ്ങനെ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങനെ അവര് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അതിന്റെ അകത്തുനിന്ന് ഇപ്പൊ 2 പേര് പോകേണ്ടപ്പോ 2 പേർക്കുള്ള ശമ്പളം അല്ലെങ്കിൽ 2 പേർക്കുള്ള പൈസ അവര് കൊടുക്കണ്ടേ? അല്ല, ഇത് ഈ പറയുന്ന ഷോ ഡയറക്ടറിന്റെ പോക്കറ്റിൽ നിന്നൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്. നമുക്ക് ഒരു എപ്പിസോഡ് കണ്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേനും നമുക്കത് എവിഡന്റ് ആണ് അക്ബറിന് ഒരു സപ്പോർട്ട് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. ഈ സീസണില് ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ഉണ്ടായിരുന്നു, ഇങ്ങനെ ജനല് താങ്ങി പിടിക്കുന്ന പോലെ. ജനല് അതിനകത്ത് മൈദപ്പൊടി ഇട്ടിട്ട് താങ്ങി പിടിക്കുന്നത്, അതിങ്ങനെ തുറന്ന് ജനല് പോലെ മനസ്സിലായി അത് താങ്ങി പിടിക്കുന്നത്. അത് സാബുമാന് ഒരു കട്ട ഇട്ട് പൊക്കിയാൽ പോലും അവിടെ എത്തത്തില്ലായിരുന്നു, നല്ല പൊക്കത്തിലായിരുന്നു. അതൊന്ന് സാബുമാനും പറഞ്ഞു. പക്ഷെ അക്ബറിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഇച്ചിരി സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ അത് ഒരു പ്രോപ്പർ ഹൈറ്റിൽ വെച്ചിരിക്കുന്ന സാധനത്തെ അല്ല അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതി ആരും അതിനകത്ത് കൈമുട്ട് മടക്കി പിടിച്ച് മറ്റേ കൈ കൊണ്ട് കാലിന്റെ മുട്ടില് താങ്ങുന്നുണ്ടായിരുന്നു. സാധാരണ ഫൈനൽ 5 ആണ്, ഇല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് വരെ 6 പേര് വരും, എന്നിട്ട് അവസാനത്തെ ആഴ്ച ഒരാൾ പോവും. അങ്ങനെയാണ് നോർമലി കണ്ടുവന്നിട്ടുള്ളത്. ഇതിപ്പോ അവസാനത്തെ വീക്ക് 7 പേരെ വരെ അവർ കൊണ്ടുവന്നു. അതിന് അവർ പറഞ്ഞിരിക്കുന്ന ന്യായീകരണം ഇത് സീസൺ 7 ആണ്, 7ന്റെ പണിയാണ്. നല്ല സീസൺ ആയിരുന്നു, അടിപൊളി സീസൺ ആയിരുന്നു, നല്ല പണിപ്പുര ഒരു ഭയങ്കര സാധനമായിരുന്നു. അപ്പൊ ഇന്നലെ ആദിലയുടെ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ്, ഇപ്പോഴത്തെ അവരുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് വെച്ചിട്ട് അവര് ശരി തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഒന്നുമില്ലാതെ അവര് 90 ദിവസത്തിന് മുകളിലായി അവിടെ നിൽക്കുക. അത് ശരിയായിരിക്കും, പക്ഷെ പുറത്തുനിന്ന് പോയിട്ട് തിരിച്ചു കയറി വന്ന ശൈത്യയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അത് പ്രശ്നം മാരാര് പറഞ്ഞൊരു ഭയങ്കര പോയിന്റ്. മാരാര് പറഞ്ഞ അജി പറഞ്ഞൊരു മീൻസ് വാലിഡ് ആയിട്ടുള്ള പോയിന്റാ. പുള്ളി പറഞ്ഞത് നിങ്ങൾ ചെയ്ത കാര്യത്തിന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നിൽക്കുക, അല്ലാതെ നിങ്ങൾ പുറത്തു പോയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ ആൾക്കാരുടെ വീഡിയോ കോണ്ടന്റ് അവിടെ നിൽക്കുക. ഇവള് തിരിച്ചു കയറി കട്ടപ്പ അല്ല, സോറി ശൈത്യ തിരിച്ചു കയറി കട്ടപ്പ അല്ല എന്ന് പറയുമ്പോ പുറത്ത് എവിഡൻസ് ആയിട്ട് വീഡിയോസ് ഉണ്ട്. അതൊരു കട്ട് ഷോട്ട് അല്ല, ഇവര് പറയുന്നത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ക്ലിപ്പായിരിക്കും. മാത്രമല്ല ശൈത്യ പറഞ്ഞത് എനിക്ക് പുറത്തിറങ്ങിയിട്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല, എന്റെ അച്ഛനെയും അമ്മയും വലിച്ചിട്ടു, ഞാൻ അത്ര അഫക്റ്റഡ് ആയിരുന്നു. ഇന്നലെ അഞ്ജന നമ്പ്യാരായിട്ടുള്ള ഇന്റർവ്യൂല് പറയുന്നത് പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഭയങ്കര സ്വീകരണമായിരുന്നു, അമ്മമാരൊക്കെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അമ്മമാർക്ക് എന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നപ്പോ അമ്മമാരെന്നെ വന്നു. ഈ ശൈത്യ എന്ന് പറയുന്ന പെണ്ണ് എനിക്ക് ഒരു തരത്തിലും എനിക്ക് ഒരു തരത്തിൽ ഞാൻ ആ പുള്ളിക്കാരി അമൃത ടിവിയിലെ പ്രോഗ്രാം തൊട്ട് കാണുന്ന അന്നേ എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞ് 5th അവാർഡ് നിരസിച്ചിട്ട് പോയത് വരെയും എനിക്കറിയാവുന്നതാ. അന്ന് തുടങ്ങി ചേച്ചിക്കുട്ടി പറഞ്ഞ ഞാനത് കണ്ടത്. എന്റെ അമ്മയും അതെന്താ ഫസ്റ്റ് അത്രയും നാളും ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ്, ഫൈനൽ വന്നപ്പോ ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അങ്ങ് വഴക്കുണ്ടാക്കി പോയോ. ഞാൻ എന്റെ LKG എന്തോ അങ്ങനെ വഴക്കുണ്ടാക്കി. പണിയില്ലാതെ സായി പറയുന്നത് അനുവിന് PR എന്നാ, പക്ഷെ സായി ആരുടെ PR ആണെന്നുള്ളതാണ് എന്റെ സംശയം. വന്നിരുന്ന് ഇങ്ങനെയല്ല അങ്ങനെയാ ചെയ്യണ്ടെന്ന് പറയുമ്പോ പുള്ളിയുടെ സീസണില് ടോപ്പ് 5-ലെങ്കിലും വന്ന ഒരാളാണെങ്കിൽ വേണ്ടില്ല. എനിക്ക് ഓർമ്മയില്ല, പെട്ടിയെടുത്ത് അളിയാൻ ആപ്പിൾ കഴിച്ച് പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഹരിയാണ അതാണ് ബേസിക്കലി അയാളുടെ ഇൻകം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അയാൾക്ക് മേ ബി പൈസ കൊടുത്തിട്ട് കാണും. ഇപ്പം നിങ്ങൾ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രോബബ്ലി അക്ബർ അയാൾക്ക് പൈസ കൊടുത്തിട്ട് കാണും. ആയിരിക്കാം. കാരണം എന്നാന്ന് വെച്ചാൽ പുള്ളി വന്നിട്ട് പറയുന്നത്, അതായത് പുള്ളി പറയും അനുവിന്റെ ചേച്ചി പോയി മെഡിക്കൽ കോളേജിൽ നിന്ന് വോട്ട് ചോദിച്ചെന്ന്, 16 ലക്ഷം PR കൊടുത്തിട്ട് അവർക്ക് വീട്ടിൽ വെറുതെ ഇരുന്നാ പോരെ, മെഡിക്കൽ കോളേജിൽ പോയി വോട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? അയാള് അഭിപ്രായം പറയാതിരിക്കൂ. പക്ഷെ ഒരു കണ്ടസ്റ്റന്റിനെ വിലയിരുത്തുമ്പോ
ഇയാളകത്തു എന്താണ് ചെയ്തത്? അയാൾ അല്ല, കേറി rejuvenated ആയിരുന്നു. അല്ല, കേറിയപ്പോ വേറൊരു സാധനം അണ്ണൻ അടിച്ചായിരുന്നു. എന്താ? ഇതുവരെയും ഒരു വൈൽഡ് കാർഡ് കപ്പ് എടുത്തിട്ടില്ല, പക്ഷെ ഈ സീസണിൽ അത് മാറ്റി കുറിക്കും എന്നൊരു ഡയലോഗ് അടിച്ചിട്ട ആളകത്ത് കയറിയത്. പിന്നെ കണ്ണമ്മോനായിരുന്നു അത്. കണ്ണേട്ടൻ പച്ച മലയാളത്തിൽ പറഞ്ഞ നമ്മുടെയൊക്കെ ഏരിയ പറയുന്ന പോലെ ഇപ്പൊ കാറിനകത്ത് കയറിയിരുന്ന് കണ്ട്രാക്ക് അടിക്കുക. അതാണ് പുള്ളി. അതുപോലെ എനിക്ക് പറ്റാത്ത കണ്ട്രാക്ട് അടിച്ചു, പക്ഷെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ എനിക്ക് മനസ്സിലാവാത്ത കാര്യ, ബിന്നി വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പറഞ്ഞതാ. ബിന്നി പറഞ്ഞ കണക്ക് കോമഡിയാ. ബിന്നി പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് 10 പേര് ഈ ഷോ കാണുക എന്ന് വിചാരിക്കാം. അതിൽ 3 പേരെ ലൈവ് കാണുള്ളൂ, 5 പേര് എന്താ എപ്പിസോഡ് കാണും. ബിന്നി പറഞ്ഞത് മിച്ചം 4 പേരെന്നാ. പക്ഷെ മിച്ചം 4 പേരില്ല, മിച്ചം 2 പേര് കാണുന്നത് അവര് ഷോർട്സ് ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴായിരിക്കും കാണുന്നത്. അവരൊന്നും വോട്ട് ചെയ്യത്തില്ല. പിന്നെ റെഗുലർ ആയിട്ട് കാണുന്നവര് പോലും വോട്ട് ചെയ്യണമെന്നില്ല, കാരണം അവർക്ക് അവരുടെ ജോലി തിരക്കുകളൊക്കെ കാണും. ഇപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ സീസണിലൊക്കെ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവർ വന്ന് ഇതിൽ വന്നിട്ടുള്ളവർ ഞങ്ങളോട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്നവരും മറന്നു പോകും. അപ്പൊ അങ്ങനെയൊന്നും ആരും വോട്ട് ചെയ്തില്ല. പിന്നെ എന്താന്ന് ഓർത്തോണ്ടാ പിന്നെ അതിനകത്തോട്ട് കയറിപ്പോയത്. പിന്നെ എങ്ങനെ ഇത്രയും ദിവസം അതിനകത്ത് നിന്നു? പിന്നെ പുള്ളിക്കാരിക്ക് വായുവിൽ നോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അല്ല, പുള്ളിക്കാരി എങ്ങനെ ഇത്രയും ദിവസം അതിനകത്ത് നിന്നത്? കൂടെയുള്ളവരാരും വോട്ട് ചെയ്യത്തില്ല. പുള്ളിക്കാരിയുടെ ഇൻഡസ്ട്രിയിൽ പുള്ളിക്കാരിക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് ആരും വോട്ട് ചെയ്യത്തില്ല, കാരണം പുള്ളിക്കാരിയും ചെയ്തിട്ടില്ല. പിന്നെ ഇത്രയും ദിവസം എങ്ങനെ നിന്നു? അനുവിന് മാത്രം PR ഉള്ളെന്നാ പറയുന്നത്. അനുവിന്റെ വായിന്ന് വരുന്ന വർത്തമാനം ഒന്നും അനു ലൈക്ക് എന്റെ ഒരു കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു തരത്തിലും എനിക്ക് മാച്ച് ചെയ്ത് പോകുന്ന കൈൻഡ് ഓഫ് ഒരു സംസാരവും അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ആറ്റിറ്റ്യൂഡോ ഉള്ള ഒരാളെ അല്ല പുള്ളിക്കാരിയുടെ. ഈവൻ മോളെ വിളി പോലും എനിക്ക് കേൾക്കുമ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും. എനിക്ക് താല്പര്യമില്ലാത്ത ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡാ പുള്ളിക്കാരിക്ക് ഉള്ളത്. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ 90% നേരെ നിന്ന് പുള്ളിക്കാരി നേരെ നിന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ പേരിൽ ഇവരെല്ലാം പ്രശ്നമാക്കുന്നത്. പക്ഷെ ഇവരെല്ലാവരും അത് മാറി എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ജിസേലിന്റെയും ആര്യന്റെയും കേസ് പുള്ളിക്കാരി നേരിട്ട് പുള്ളിക്കാരിയുടെ അമ്മയ്ക്ക് വിളിച്ചപ്പോഴാണ് പുള്ളിക്കാരി അന്ന് പറഞ്ഞത്. അല്ലല്ല, അത് പുള്ളിക്കാരി പറയുന്നതിന് മുന്നേ അവര് തങ്ങളിൽ സംസാരിക്കുമല്ല. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് മറ്റേ വൈൽഡ് വന്ന ആരാണ്ടുമാണ് പറയുന്നത്. നീ പോയി പുതപ്പിന്റെ ഇടയിൽ പോയി കിടന്നാ മതി, ഈ കോണ്ടന്റ് കയറി വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിനുശേഷമാണ് ആ കണ്ടന്റ് അവിടെ എടുത്തിട്ട് പുറത്തുനിന്ന് വന്നവരാണ്. അതിനുശേഷമാണ് അതുവരെ അല്ല ഇതിനകത്ത് അങ്ങനൊരു ആ ടോപ്പിക്ക് സംസാരിക്കാത്തത് ബിൻസി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ നന്മമരം കളിക്കുന്ന ബിൻസി സംസാരിച്ചിട്ടുണ്ട്. PR എന്താണെന്നറിയാത്ത ബിന്നി സംസാരിച്ചിട്ടുണ്ട്. അഭിലാഷും നന്മമരം അക്ബർ പറഞ്ഞിട്ടുണ്ട്. ഈ ഫേവറിസത്തിനകത്ത് വരുന്ന വേറൊരു സാധനം, ഇതിനെക്കുറിച്ച് ശൈത്യ ബിൻസി സംസാരിക്കുന്നതോ അക്ബർ സംസാരിക്കുന്നതോ ഇന്നേ വരെ ലാലേട്ടന്റെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ഒനീല്, അഭിലാഷ്, അനു ഇവര് 3 പേരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ശൈത്യ എനിക്ക് ഒട്ടും ഇഷ്ടം, എന്നെ കൊണ്ട് പറ്റത്തില്ല ശൈത്യ അക്സെപ്റ്റ് ചെയ്യാൻ. കണക്ട് ആവുന്ന കുറെ പെൺപിള്ളേർ കാണുമായിരിക്കും, എസ്പെഷ്യലി ഹോസ്റ്റലിലൊക്കെ ഉള്ളവർ. നമുക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് കാണും, അത് പൊളിക്കാനായിട്ട് വന്നിട്ട് അകത്തുനിന്ന് പുറത്തുനിന്ന് ഒരാൾ വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഞാൻ പേഴ്സണലി അത് എക്സ്പീരിയൻസ് ചെയ്തത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ശൈത്യ ഒരു രീതിയിലും ശൈത്യ കട്ടപ്പാന്ന് വിളിക്കാൻ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞത്. ശൈത്യ ഫസ്റ്റ് കട്ടപ്പാന്ന് പുറത്തുള്ളവര് വിളിച്ചത് ആ ഒരു മൊണ്ണാന്ന് വിളിച്ച പിന്നെ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് അനു തെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളത്. അനു തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് അപ്പാനിയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു. അത് തെറ്റ് അക്സെപ്റ്റ് ചെയ്തതാണോ അതോ കുടുംബ പ്രേക്ഷകരെ അതല്ല അൽബിച്ച. ഇപ്പൊ ഇത് കേക്ക്, ഇത് അപ്പാനിയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു. മേ ബി കുടുംബ പ്രേക്ഷകരെ പ്രീതിപ്പെടുത്താനോ എന്തോ ആയിക്കൊള്ളട്ടെ. അതിന് അപ്പാനിയെ ക്ഷമിച്ചു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ ശൈത്യ ചെന്നിട്ട് അപ്പാനിയോട് പറഞ്ഞതാ ഇത് കൂടോത്രം വല്ലതും ആയിരിക്കും, ഇവനെ പുറത്താക്കാൻ വേണ്ടിട്ട് അനു കാലയിൽ വല്ല കൂടോത്രവും ചെയ്തതായിരിക്കും. അത് കൂട്ട് ടീം ആര്യന്റെ അടുത്ത് എന്നിട്ട് അനുവിന് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആര്യൻ അത് അനുവിനെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ആര്യനും ജിസയിലും തമ്മിൽ ബന്ധത്തിലാണെന്ന് പറഞ്ഞു വരുത്തിയത്. കട്ടപ്പ എന്ന് പറയുന്നില്ല, ശൈത്യ എന്ന് തന്നെ പറയാം. ശൈത്യ എന്ത് പരിപാടി അവിടെ കാണിച്ചത്? കുത്തിത്തിരിപ്പോ എന്താ പറയുന്നത്, പിന്നീന്ന് കുത്തുന്ന മറ്റേ സമ്മർ മീഡിയയില് പുള്ളി പറഞ്ഞായിരുന്നു ഈ അടുത്ത്
കട്ടപ്പ പുള്ളിയുടെ നിവൃത്തികേട് കൊണ്ടാ ചെയ്തത്. ശൈത്യക്ക് എന്തായിരുന്നു പ്രശ്നം? കലാഭവൻ സരികയ്ക്ക് എന്താ കലാഭവൻ സരിക്ക് ഇന്നലെ ശൈത്യോട് ചോദിക്കാം, നീ എന്തിനാ പോയി കെട്ടിപ്പിടിച്ചത്, നിങ്ങൾ എന്തിനാ സോൾവ് ചെയ്യാൻ നോക്കിയത്, അത് അവർക്ക് മൈലേജ് ആയില്ലേന്ന്. ഇവര് അറ്റ്ലീസ്റ്റ് തിരിച്ചു കയറി അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ, അറ്റാക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഈ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ ഇവർ ഒന്നെങ്കിൽ പുറത്തെ വീഡിയോ കാണണം, അല്ലാന്നുണ്ടെങ്കിൽ അകത്ത് കയറി സംസാരിക്കാൻ നിൽക്കരുത്. ഈ ബിൻസിയുടെ അപ്പാനിയുടെയും കേസ് അതിനകത്ത് പറഞ്ഞു വരുത്തിയത് അനുമോളല്ല, ശൈത്യാണ് അത് പറഞ്ഞു വരുത്തുന്നത്. പറഞ്ഞ് പരത്തുന്നു എന്നുള്ളതല്ല, അതൊരു അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നടന്ന ടോക്ക്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ. ഫ്രണ്ട്സിന്റെ ഇടയിൽ അവർ അവരുടേതായ രീതിയിൽ കമന്റ് അടിക്കും, നമ്മൾ പറയും, മറ്റൊരാളെ കുറിച്ച് സംസാരിക്കും. അത് വളരെ പേഴ്സണൽ ആയിട്ട് അവരുടെ ഇടയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യം, ഒരു പ്രശ്നം വരുമ്പോൾ ആദില മറ്റേ ആ ഡ്രസ്സ് താന്നിരിക്കുന്ന സീനിൽ ആദില വന്ന് അനു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വലിയ രോക്ഷം കൊള്ളുന്ന കണ്ടപ്പോ അന്ന് അതിൽ എന്താ അനുവിനെ വഴക്ക് പറഞ്ഞു, അവളുടെ വായിൽ എന്തായിരുന്നു എന്ന് പറയണമായിരുന്നു. അനു അങ്ങനെ പറയുന്ന സമയത്ത് അതിലേക്ക് അത് എതിർത്ത് കൂടായിരുന്നു, റിയാക്ട് ചെയ്യണമായിരുന്നു. എന്തിനാനും അങ്ങനെ നീ സംസാരിക്കരുതെന്ന്. അക്ബറിനെ അക്ബർക്കാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന കണ്ടാത്തോന്നും അക്ബർ അല്ലേ ഇവരെ കളിയാക്കിയത്, ദിയാസനെ അല്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരാനുള്ളൂ എന്നും പറഞ്ഞ് അതിന് ആദില പോയിരുന്ന് കരഞ്ഞല്ലേ. ആ അക്ബറിനോട് വരെയും അതിലേക്ക് പിന്നെ അങ്ങോട്ട് ക്ഷമിക്കാം, സ്നേഹിക്കാം, അക്ബർക്കാന്ന് വിളിച്ച് അങ്ങ് ആശ്വസിപ്പിക്കാൻ ചെല്ല, ഒരു കുഴപ്പമില്ല. അനുവിനോട് അങ്ങ് നുണച്ചിപ്പാറു, മറ്റേത് മറിച്ച് തകർക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്തിട്ടാ പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എല്ലാ പിആറും പറയുന്നത് തന്നെ ഞങ്ങളും പറയുന്നുള്ളൂ. ഞങ്ങൾ അനുവിനെ ഇഷ്ടമില്ലാതിരുന്ന ആൾക്കാരായിരുന്നു, ഇപ്പൊ ഇഷ്ടപ്പെട്ട് പോയി എന്ന് പറയുന്നത് പോലെ നമ്മൾ പിആറാന്ന് പറഞ്ഞാൽ മതി, കാശ് കിട്ടുവാണെങ്കിൽ ഇനി പുറത്തിറങ്ങിയിട്ട് അനു മറ്റേ ആൾക്ക് എല്ലാവർക്കും 100 രൂപ വെച്ച് തരുന്നുണ്ടെന്ന് പറയുന്ന പരിപാടി പെട്ടെന്ന് ഇന്ന് വൈകിട്ട് ഇന്ന് വോട്ടിംഗ് ഉണ്ടോ? എല്ലാരും മാക്സിമം വോട്ട് നമ്മുടെ അനുവിന് എനിക്ക് 100 ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരാഴ്ചയാണ് എനിക്ക് 100 ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളായിട്ട് എനിക്ക് പേഴ്സണലി. മാത്രം നെവിൻ ഭയങ്കര മോശമായിട്ട് 2 ആഴ്ച നെവിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതിനകത്ത് ഇപ്പൊ നിൽക്കുന്ന 7 പേരും അർഹരാണ്. അതിനകത്ത് നിൽക്കുന്ന 7 പേര് ആരും വേസ്റ്റ് അല്ല. പക്ഷെ അവരെക്കാട്ടിൽ യോഗ്യരായിരുന്നു പുറത്തിറങ്ങിയ ആൾക്കാർ. അതിപ്പോ ആര് വോട്ട് ചെയ്യാത്തതിന് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അങ്ങനെ പിന്നെ അക്ബറിന്റെ ഒരു ഫോൺ കോളില് നൂറയ്ക്ക് വിഷമമായിട്ട് നൂറ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ നൂറ ഓർക്കണം. പിന്നെ അക്ബർ അങ്ങ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അക്ബർ ഒരു തവണ പറഞ്ഞതാണ്, എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശം സ്ത്രീയാണ് അനു എന്ന് പറഞ്ഞിട്ട് പുള്ളി തിരുത്തിയിട്ട് പറയുവാണ്, മോശം 2ാമത്തെ സ്ത്രീ, ഒരു സ്ത്രീ എന്റെ നാട്ടിലുണ്ട്, പിന്നെ ഞാൻ കാണുന്ന ഏറ്റവും മോശപ്പെട്ട 2ാമത്തെ സ്ത്രീയാണ് അനു എന്ന് അക്ബർ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയല്ലേ ഓരോരുത്തരെ അതുപോലെ കഴിഞ്ഞ ദിവസം അക്ബർ പറഞ്ഞു, എനിക്ക് ഇവിടെ ഏഷ്യാനെറ്റിലും ബിഗ് ബോസിലും ആളുണ്ടെന്ന് ഇവള് പറഞ്ഞു പരത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് അക്ബർ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അത് എനിക്ക് സ്റ്റിൽ അതൊരു ഇമോഷണൽ ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളി കരയുമ്പോഴത്തേനും സത്യസന്ധു അനു കരയുമ്പോൾ ഡ്രാമയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ തീരാറായപ്പോഴത്തേനും ഒരു ഇമോഷണൽ ഡ്രാമ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, എനിക്ക് ഏഷ്യാനെറ്റുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു വരുത്തിയാണ്. ഇതേ അക്ബർ തന്നെയാണ് അനുവിന് PR ഉണ്ടെന്ന് ഏറ്റവും കൂടുതൽ അവിടെ തുടക്ക സമയങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. ബിന്നി അങ്ങ് പറയുന്ന കേട്ടതൊന്നും ബിന്നിക്ക് PR ഇല്ല. ബിന്നി അങ്ങ് അയ്യോ പാവം, ബിന്നി തന്നെ സമ്മതിച്ചിട്ടുള്ളതാണല്ലോ അക്ബർ സമ്മതിച്ചിട്ടുള്ളതാണല്ലോ PR ഉണ്ടെന്ന്. പിന്നെ എന്താണ് ഇവർ ഈ അനുവിന്റെ മാത്രം, അതായത് അനു നാളെ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും, അനു നാളെ ജയിച്ചിട്ട് ഇറങ്ങിയാലും ഇവര് പറയും PR ബലത്തിലാ ജയിച്ചെന്ന്. അങ്ങനെ എന്തിനാ ഡിഗ്രേഡ് ചെയ്യുന്നു? പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2 ആഴ്ച ഈ ഒരാഴ്ച ഈ റീ എൻട്രി വന്നതിന് ശേഷം അനുവിനോട് ചെയ്തത്, പല സീസണിലും സ്വയമേ കോർണർ ആക്കപ്പെട്ട കണ്ടസ്റ്റൻസ് ഉണ്ട്. ഞങ്ങൾ കോർണേർഡ് ആണ്, ഞങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ട, രജിത് കുമാർ തുടങ്ങി ഞങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ്. ഇവൻ ഈ സീസണിൽ തുടക്കത്തിൽ അനീഷ് പോലും അതിനെ ട്രൈ ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് ലിറ്ററലി അനുവിനെ കോർണർ ചെയ്യുമായിരുന്നു, പ്രത്യേകിച്ച് അനുവിന്റെ ഫ്രണ്ട്സ് ചേർന്നു. ആദില നൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു അതിൽ. പക്ഷെ ഈ ലക്ഷ്മിയുടെ കേസ് വന്നപ്പോഴത്തേനും അന്ന് ലാലേട്ടന്റെ അടുത്ത് ഒരു കാര്യമില്ലാതെ അവള് അനു ഹോമോഫോബിക് ആണെന്ന് അന്നേരം എഴുന്നേറ്റ് എന്ന് പറഞ്ഞായിരുന്നു ലാലേട്ടന്റെ എപ്പിസോഡ്. ഞാൻ വിചാരിച്ചു, അന്ന് എനിക്ക് അതിലോടുള്ള സപ്പോർട്ട് കാരണം ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു, അതെന്തിനാ അതിലിപ്പോ അവിടെ പറഞ്ഞത്?
എന്ത് കാര്യത്തിനായിരുന്നു അനുവിനെ അപ്പൊ അവിടെ ഇട്ട് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? വേറെ എന്തോ കേസാണ്, മറ്റേ നെവിൻ വെള്ളം ഒഴിച്ച കേസിൽ നെവിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അനു മറ്റേ നെവിനെ നിങ്ങള് മറ്റേ ആണുങ്ങളുടെ വില കളയാന്ന് പറഞ്ഞതിനെയാണ് വളച്ചൊടിച്ച് നെവിന്റെ സെക്ഷുവാലിറ്റിയെ അനാവശ്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ആര് സംസാരിക്കാത്തൊരു കാര്യമാണ്. അവനാണ് അവന്റെ സെക്ഷുവാലിറ്റി യൂട്ടിലൈസ് ചെയ്തത്. ആണുങ്ങളുടെ വില കളയാൻ നീ ഇങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴത്തേനും ആണുങ്ങളുടെ വില കളയുന്നു എന്ന് പറഞ്ഞതിനെ എടുത്ത് നെവിൻ അവന്റെ സെക്ഷുവാലിറ്റിയെ വെച്ചാണ്, ഇല്ലെങ്കിൽ അവന്റെ ജെൻഡറിനെ വെച്ചാണ് സംസാരിക്കുന്നതെന്ന് അവൻ വളച്ചൊടിച്ച് സംസാരിച്ചു. അതായത് അവന്റെ ജെൻഡറിനെ അവൻ മിസ്യൂസ് ചെയ്യുകയാണെന്ന് നെവിൻ. പിന്നെ അതുപോലെ ആദില നൂറ് എത്രത്തോളം അനുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അനു കൃത്യമായിട്ട് പറയുന്നുണ്ട് ആദില ജയിക്കാൻ വേണ്ടിയിട്ട് അവള് വെറുതെ പറയുന്നതാണ്, അവളെ ഏതറ്റം വരെയും പോയി. ഇന്നലത്തെ എപ്പിസോഡിലാണല്ലേ എനിക്കറിയാം ആദില അതാ ടിഷ്യൂ പേപ്പർ കളയത്തില്ല എന്ന് എടുത്തു വെച്ച് അത്ര ഓരോന്നും കൃത്യമായിട്ട് അനു പറയുന്നുണ്ട്. അവള് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്, ജയിക്കാൻ വേണ്ടി വായി തോന്നുന്ന എല്ലാം വിളിച്ച് പറയുന്ന, ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറയുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ജയിക്കാൻ വേണ്ടി ഇപ്പൊ ആദിലേക്ക് ജയിക്കാൻ വേണ്ടിയിട്ടോ ആദിലയുടെ പാർട്ട്ണറിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടോ അനുവിനെ പറയാം. പക്ഷെ നമ്മൾ ഒരു തീരെ അങ്ങോട്ടൊരു എത്തിക്സ് ഇല്ലാതെ അല്ലാതെ അത്രയും അങ്ങ് ഒരു കള്ളം പറഞ്ഞ ഒരാളെ അങ്ങ് ഇല്ലായ്മ ചെയ്തിട്ട് അല്ല. ഇതിനകത്ത് പറയുമ്പോ വേറൊരു കാര്യം കൂടെ ക്ലാരിഫൈ ചെയ്യണം. ഇതുകൊണ്ട് അനു അങ്ങ് പുണ്യാളത്തിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ അനുവിന്റെ വായിന്ന് വരുന്നതിനെ നമുക്ക് ഒരു രീതിയിൽ ഗോസിപ്പ് നടത്തുന്നത് പോലല്ല ഒരാളുടെ മുമ്പിൽ ചെന്ന് പുതപ്പിന്റെ അടിയിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. മറ്റേ സാധനവും മറ്റേ ദാരിദ്ര്യം പറയുന്നത് അതൊക്കെ ഭയങ്കര എപ്പോഴും ഇരുന്ന് ദാരിദ്ര്യം മീൻസ് ദാരിദ്ര്യം പറയാത്തതായിട്ട് അവിടെ ആരുമില്ല. അക്ബർ അത് വേറൊരു നാക്കിലാ പറയുന്നത്, ഇവളത് വേറൊരു നാക്കിലാ പറയുന്നത്. അത് പറയാത്തതായിട്ട് ആരും തന്നെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ കണ്ട കുറച്ച് ഞാൻ ഈ സീസൺ മൊത്തം കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കുറച്ച് കണ്ട് ഈ പറയുന്നുണ്ട് വെറുപ്പിക്കുന്ന രീതിയിൽ അവള് മറ്റേ ഷീറ്റ് അടിച്ച കഥയോ അവളാണ് കൂടുതൽ. ലൈക്ക് ഞാൻ 2-3 വട്ടം ഇവള് പറയുന്നത് കേട്ടു. ജിസേൽ അത് യൂസ് ചെയ്തപ്പോഴത്തേനും ആദ്യത്തെ 1-2 വട്ടമൊക്കെ അനു കണ്ടുപിടിക്കുന്നു, ഇല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ അവളുടെ മുഖത്ത് പോയി എടുക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനായിട്ട് ജയിലിലാക്കിയപ്പോഴത്തേനും ജിസൈലിന്റെ മുഖമുള്ള ഒരു ബാഡ്ജ് കൊടുത്തായിരുന്നു. ആ ബാഡ്ജിനകത്ത് യക്ഷിയുടെ പടം കുത്തി വരയ്ക്കുന്നത്, പിന്നെ പുള്ളിക്കാരിയുടെ കുറെ ഡ്രാമ, പിന്നെ ഒരാൾ പുതപ്പിന്റെ അടിയിൽ എന്തോ നടക്കട്ടെ, അവളെ അഫക്ട് ചെയ്യുന്ന കാര്യമില്ലല്ലോ. എപ്പോഴും പുതപ്പിന്റെ അടി ഞാൻ പറഞ്ഞു ഡൈ ചെയ്യാൻ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ പിടിപ്പില്ലാത്ത മനുഷ്യൻ എന്തെങ്കിലും ഒന്നും പറയില്ലെങ്കിൽ മറ്റേ ഇതിന്റെ ഡയലോഗ് കഥാപാത്രമാവും. എനിക്ക് ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഗൈസ് കിട്ടുന്നുള്ളൂ. എനിക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പഠിപ്പിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറഞ്ഞു വന്ന് നമ്മളിപ്പോ പറഞ്ഞു ഉത്സാഹമയും കുത്തിത്തിരിപ്പും തന്നെയാണ്, വേറെ പ്രത്യേകം ഞങ്ങളുടെ അഭിപ്രായം. എനിക്കിതേ ഉള്ളൂ, ശൈത്യം എനിക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആദിലെ നൂറേയും ആണ് ഇഷ്ടം. പക്ഷെ അവരുടെ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഇഷ്ടം കാരണം വെറുക്കാനും വയ്യ, ദേഷ്യം കാരണം ഇഷ്ടപ്പെടാനും വയ്യ, ആ ഒരു അവസ്ഥയാ. ആദിലെ പുറത്തിറങ്ങിയിട്ട് ആദിലേക്ക് യോജിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ടുള്ള മറ്റേ ലൈൻ കട്ട് പരിപാടിയിലും അനുവിനെ വെറുതെ പറയാം. പോസിറ്റീവ് പറയുമ്പോഴും ആദില പറയുന്നത് അവളുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവളുടെ കരിയർ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, അവളുടെ പ്രൊഫഷൻ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, നന്നായിട്ട് അവൾ ആക്ട് ചെയ്ത് അതിനകത്ത് നിൽക്കുന്നതെന്ന്. പക്ഷെ അതൊക്കെ പുറത്തിറങ്ങിയിട്ടും അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് പുറത്തിറങ്ങി എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോസ് കാണുക. മൊത്തം കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എപ്പിസോഡ് ഫുള്ള് കാണണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള പോർഷൻ, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള എപ്പിസോഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതിന്റെ ക്ലിപ്സ് എല്ലാം ഓടുന്നുണ്ട്. ഈ വിവാദമായിട്ടുള്ള എല്ലാ വിഷയത്തിന്റെയും ദ അതർ സൈഡ് നിങ്ങൾ കാണുന്നില്ല. ഇപ്പൊ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ജനങ്ങൾ കാണുന്നില്ലെന്ന്, ഇപ്പൊ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇതിനകത്ത് തിരിച്ചു കയറി അഭിപ്രായം പറഞ്ഞ കുറെ എണ്ണങ്ങൾ റീ എൻട്രി ചെയ്തിട്ട് മരാജി പറഞ്ഞ പോലെ വിഡ്ഢികളുടെ റീ എൻട്രി. എനിക്കൊരു സാധനമുണ്ട്, ഞങ്ങൾ മാരാർ ഫാൻസ് ആണ്. മാരാറുടെ ഐഡിയ, ബുദ്ധി, പിന്നെ പുള്ളി മറ്റേ ഗെയിം സ്ട്രാറ്റജി, കാൽക്കുലേഷൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ലൈക് എനിക്ക് പേഴ്സണലി ഇപ്പൊ ആദിലെ നൂറേയും അനു ഒരുപാട് കമന്റ്സ് വരാറുണ്ട്, അനു ഒരിക്കലും അവരോട് കൂടരുത് എന്നൊക്കെ. പക്ഷെ എനിക്ക് അവരുടെ തെറ്റിദ്ധാരണകൾ
കൂടണം എന്നാണ് ആഗ്രഹം. കൂടിയില്ലെങ്കിലും തെറ്റിദ്ധാരണകൾ മാറട്ടെ, ഭയങ്കര വാല്യൂ. തെറ്റിദ്ധാരണകൾ മാറട്ടെ എന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലെങ്കിലും ശൈത്യ ആദില പറഞ്ഞ പോലെ ഒരു ജെനുവിൻ ജെം അല്ല എന്നുള്ളത് നിങ്ങൾ അറിയണം. ശൈത്യ ഒരു ഷീസ് നോട്ട് എ ജെനുവിൻ ജെം. അവള് യെസ് വിക്കഡ് ആണ് ബേസിക്കലി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിഗ് ബോസിന്റെ കണക്കുകൂട്ടല് നമുക്ക് ഈ ഫേവറേറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ് കേട്ടോ. ബിഗ് ബോസിന്റെ കണക്കുകൂട്ടല് തെറ്റിയതാണ്. ഒന്ന്, അനു ഇടയ്ക്ക് ഇറങ്ങി പോകുന്നവര് വിചാരിച്ചത്. ഷാനവാസോ അനു ഇവരിലാരെങ്കിലും എനിക്കറിയില്ല. അനുവിന്റേത് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2, അനീഷ് ഇത്രയും കയറി പോകുന്നു വിചാരിച്ചില്ല. 3, 100 ടിക്കറ്റ് ഓഫ് ഫിനാലെ അടിക്കുമെന്ന് വിചാരിച്ചില്ല. അത് ആര്യൻ അടിക്കുമെന്നാണ് അവര് വിചാരിച്ചത്. 100 ആ പിക്ചറിലേ ഇല്ലായിരുന്നു. പിന്നെ എനിക്കത് പേഴ്സണലി ആ ടിക്കറ്റ് ഓഫ് ഫിനാലെ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ടാസ്കുകൾ ചെയ്യിച്ചത് 100 ചോദിച്ചതുപോലെ ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ ടാസ്ക് കൊടുത്താൽ മതി. ടിക്കറ്റ് ഓഫ് ഫിനാലെ വീക്ക് ഒന്നും അല്ല പറയുന്നത്, ടിക്കറ്റ് ഓഫ് ഫിനാലെ എന്നാ പറഞ്ഞത്. അപ്പൊ 100 സ്വാഭാവികമായിട്ടും ഫൈനൽ 5-ൽ വരേണ്ട ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടം കൊണ്ടായിരിക്കും. എല്ലാ വർഷവും പക്ഷെ അത് ചോദിക്കുന്നത് ആ വരുന്നുണ്ടെങ്കിൽ ഒരു 2-3 ആഴ്ച മുന്നേ നടത്തുവാണെങ്കിൽ ഓക്കെ. 2-3 ആഴ്ച എവിക്ഷനിൽ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഒരാഴ്ചത്തെ ഇതിനു വേണ്ടിട്ട് എന്ത് കഷ്ടപ്പെട്ട ടാസ്കുകൾ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം ഇതിന്റെ അകത്ത് ഏതോ ഒരു എവിക്ഷനില് അല്ല ഏതോ ഒരു എവിക്ഷൻ ഡേയിൽ എവിക്ഷൻ പോസ്റ്റ്പോൺ ചെയ്യുക അങ്ങനെ അതുകൊണ്ട് ചെയ്തില്ലായിരുന്നോ? അപ്പൊ അതേപോലെ തന്നെ ഇത് ഫസ്റ്റ് എപ്പിസോഡിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളതല്ലേ? ഫസ്റ്റ് സീസണിലൊക്കെ സംഭവിച്ചിട്ടുള്ളതല്ലേ? അപ്പൊ എങ്ങനെയാ? അപ്പൊ അന്നും ഈ പറയുന്ന ആര്യനായിരുന്നു എവിക്റ്റ് ആവേണ്ടിയിരുന്നത്. അന്നും ഈ പറഞ്ഞ പോലെ എവിക്ഷൻ മാറ്റി വെച്ച സമയത്ത് ആൾക്കാര് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങളപ്പം പൊട്ടന്മാരാണോ വോട്ട് ചെയ്ത്, ഞങ്ങളെല്ലാം പൊട്ടന്മാരാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സെയിം തന്നെ ഇപ്പോഴും ചോദിക്കുന്നത്. അന്ന് എവിക്ഷൻ ഇപ്പൊ ഓണത്തിന്റെ ആഴ്ചയാണെന്നുള്ളത് ഇവർക്ക് തലയാഴ്ചയല്ല അറിയുന്നത്. വർഷം തുടക്കത്തിൽ കലണ്ടർ കിട്ടുമ്പോഴേ അറിയാം അടുത്ത ആഴ്ച ഓണമാണെന്നുള്ളത്. അങ്ങനെ ഉള്ളപ്പോ അവര് എവിക്ഷൻ ഈ ആഴ്ച കാണില്ല, അത് കാരണം ഈ ആഴ്ച നോമിനേഷൻ ഇല്ല എന്ന് വെക്കാം. ആൾക്കാരെ വെറുതെ മണ്ടന്മാരാക്കാനായിട്ട് വോട്ട് ചെയ്യിക്കരുത്. ഇല്ല, ഇനി അവർ വോട്ടിങ് വെച്ചെന്ന് വെച്ചു. കഴിഞ്ഞ സീസണുകളിൽ സംഭവിച്ചിട്ടുണ്ട്. പിറ്റേ ആഴ്ചയും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ വോട്ടിങ് റദ്ദാക്കുന്നില്ല, ഇത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി എന്നാണ് കഴിഞ്ഞ സീസണിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത്തവണ വോട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് റദ്ദാക്കിയിട്ട് ഒന്നേന്ന് പിന്നെയും വോട്ട് ചെയ്യുക, മീൻസ് ഒന്നേന്ന് വീണ്ടും നോമിനേറ്റ് ചെയ്ത് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 100 പറയുന്നതിന് മനസ്സിലാവുന്നുണ്ട്. 100 മേ ബി അതിലെ സേവ് ചെയ്യാനായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് അനു ഇത്രയും വന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചാണല്ലോ. എനിക്കറിയത്തില്ല, ആ ഒരു സ്റ്റാൻഡ് ഒന്നും എനിക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ്. പക്ഷെ അക്ബർ അതിനകത്ത് നന്നായിട്ട് ആ അവസരം മുതലെടുത്തു, കൃത്യമായിട്ട് മുതലെടുത്തു. ഇപ്പൊ അക്ബർ ഈ കണ്ണാടിയുടെ മുമ്പിൽ പോയി പറയുമ്പോഴാണെങ്കിലും അല്ലാതെ അനുവിനെ കുറ്റപ്പെടുത്തുമ്പോഴാണെങ്കിലും അക്ബർ വിഴുങ്ങുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഏഷ്യാനെറ്റുമായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമുമായിട്ട് ബന്ധമുണ്ടെന്ന് അനു PR-ന്റെ അടുത്ത് പറയാനാണ് ആദിലെ ഏൽപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞ കാര്യം അക്ബർ മനഃപൂർവ്വം വിഴുങ്ങുന്നുണ്ട്. പല കാര്യങ്ങൾ അക്ബർ ഇങ്ങനെ അവള് PR-ഓടോ അവള് എന്താടോ അവള് PR. അക്ബറിന് PR ഉണ്ടെന്ന് അക്ബർ തന്നെ പറഞ്ഞ കാര്യമാ. അക്ബറിന് PR ഇല്ലാതെ അനുവിന്റെ PR ഇത്രയും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്ബർ എങ്ങനെ ഈ 97-98 ദിവസങ്ങൾ അവിടെ നിൽക്കുന്നത്? എന്നെ ഔട്ടായി പോണം? പ്രത്യേകിച്ച് നിങ്ങൾ ക്യാപ്റ്റന്മാരായിരുന്ന ആ ആഴ്ച ഔട്ടായി പോകേണ്ടതല്ലേ? അവർക്ക് വേണ്ടി 3 പേരെ പിന്നെ പറയുന്ന ഒരു വിവരക്കേടായിരുന്നു സാബുമാനെ നിലനിർത്തുന്നത് അനുവിന്റെ PR ആണ്. അനുവും നോമിനേഷനിലുണ്ട്. അപ്പൊ അനുവിന്റെ നോമിനേഷനിലുള്ളവർ അനുവിന് വോട്ട് കൊടുക്കുവോ അതോ സാബുമാന് വോട്ട് കൊടുക്കുവോ എനിക്കറിയത്തില്ല. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു 3 പേരെ ഒറ്റയടിക്ക് ക്യാപ്റ്റനാക്കി. അതല്ലാതെ അക്ബർ നെവിൻകുട്ടന് പാളിപ്പോയെന്ന് മാത്രമല്ല, അവരൊരു ക്യാപ്റ്റന്മാരായിട്ട് എല്ലാരെയും ചേർത്ത് പിടിക്കാൻ നിർത്തുന്നതിന് പകരം അനുവിനെ കോർണർ ചെയ്ത് അങ്ങോട്ട് അവിടെ തുടങ്ങിയാണ് അനുവിനോട് ഒരു സിമ്പതി തുടങ്ങിയത്. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ച ആ ഒരു റീ എൻട്രി സിമ്പതി എന്താ പറയുക, പുറത്തുള്ളവർ പറയുന്ന അനുവിന്റെ PR ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും അകത്ത് കയറിയവരാണ് അനുവിന്റെ PR. റീ എൻട്രി ചെയ്ത എന്താ അനു ഒരു സ്ട്രോങ് പ്ലെയർ ആണോ? ഇപ്പൊ ഇതിന്റെ ഒരു സർവൈവർ എന്നുള്ള നിലയിൽ അനുവിന് 10 out of 10. അനു ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിവരക്കേട് വെച്ചോ ഇല്ലെങ്കിൽ അവളോടുള്ള അനുകമ്പ വെച്ചിട്ട് എന്ത് വെച്ചിട്ടാണെങ്കിലും
PR എന്ന് പറയാതെ. അങ്ങനെ PR കൊണ്ടായിരിക്കും അനു ഇത്രയും വോട്ട് കിട്ടി ജയിക്കുക. അതെനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ലക്ഷ്മി നക്ഷത്രയും മറ്റേ ആതിരെ എല്ലാരും ഒക്കെ പറയുന്ന പോലെ നമ്മുടെ അനുക്കുട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്നൊന്നും ഞാൻ വോട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്ക് തോന്നുന്നു ചെയ്തു, അതിനകത്തൊന്നും യാതൊരു പക്ഷെ കാര്യമില്ല. ഇതിനകത്ത് അനു ഭയങ്കരമായിട്ടും ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി ശൈത്യ, പിന്നെ ആ കലാഭവൻ സരിക, അത് രണ്ടും എനിക്ക് ബിന്നി അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് PR ഉണ്ടെന്നുള്ളത്. ഇനി ആരും വോട്ട് ചെയ്യത്തില്ലെങ്കിൽ ഈ പറയുന്ന ബിന്നി അങ്ങനെ ഇത്രയും ദിവസം നിന്നൊന്നും എനിക്കറിയത്തില്ല. ബിന്നി എന്ത് പ്രതീക്ഷ ഇതിനകത്ത് വന്നെന്നും എനിക്കറിയത്തില്ല. സോ എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ് PR. എല്ലാ സീസണിലും ഉള്ളൊരു കാര്യമാണ് PR. പിന്നെ ഈ ഒരു സീസണിൽ ബിന്നി ആ ഒരു 16 ലക്ഷം എടുത്തിട്ടത് കൊണ്ടാണ് ഇത് ഇത്രയും കടന്ന് വലിയ പ്രശ്നമായിട്ടിരിക്കും. ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ജയിക്കട്ടെ. എനിക്ക് പേഴ്സണലി ആദില, നൂറ അവരെ പിരിച്ചതുപോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അവർ രണ്ടുപേരും ജയിക്കണം എന്നായിരുന്നു. അത് കഴിഞ്ഞ് ആദില ഇറങ്ങിയിട്ട് ഞാൻ അങ്ങനെ ആദില വിചാരിച്ചതന്നെ ഞാനും വിചാരിച്ചു. ആദില ഇറങ്ങിയിട്ട് ആദിലയുടെ വോട്ടും കൂടെ നൂറയ്ക്ക് കിട്ടുന്നു, നൂറ ജയിക്കുന്നു എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ അതെന്റെ ആഗ്രഹം മാത്രമേ ഉള്ളൂ. നൂറ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പം അതിലുപരി അവര് 3 പേരും അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റത്തെ. ശൈത്യ ഒരു ജെനുവിൻ ജെം അല്ല എന്നുള്ളത് അവരറിയണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എന്റെ ആഗ്രഹങ്ങൾ. ആൽബിച്ചൻ എന്താ പോയി കിടന്നുറങ്ങണം എന്നാണോ? 1 മണിക്കൂറായി എന്റെ അപ്പൊ എന്താണേലും അടിപൊളിയാവട്ടെ. എന്താ നല്ല കണ്ടസ്റ്റന്റ് ജയിക്കട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. ആര് ജയിച്ചാലും നല്ലത്, ആര് ജയിച്ചാലും അവർക്ക് നല്ലത്. നമുക്ക് എന്താ നന്മ, ഈ വീഡിയോക്ക് റീച്ച് കിട്ടിയാൽ എനിക്ക് നല്ലത്, സന്തോഷം. അകത്തേറി ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അവരോട് സംസാരിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയത് സംവദിക്കാനായിട്ട് ആകെ ആലോചിച്ചിട്ട് കിട്ടിയൊരു ഓപ്ഷനാണിത്. അതുകൊണ്ട് മാത്രം സംസാരിക്കുന്നത്. പ്രേക്ഷകന്റെ രോദനം അതായിരുന്നു ഇത്. ഇപ്പൊ എന്റെ മക്കൾ അവിടെ രോദനപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പം അടിപൊളിയാവട്ടെ. ടാറ്റ, ബൈ ബൈ, നന്ദി, ഓൾ ദ ബെസ്റ്റ്. വണക്കം. ഇതിലെന്താണേലും നമ്മൾ ഏറി പോകുന്ന എനിക്കറിയാം. എന്നാലും ഇത് ഏറെ പോകണമെങ്കിൽ ആദ്യം 10 പേര് കാണണം. അപ്പം ഡിങ് ഡിങ് ഫോളോ.